സംസ്ഥാനത്ത് വ്യാജ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുമ്പോഴും നടപടിയെടുക്കാതെ സർക്കാർ. ഈ വർഷം മാത്രം സംസ്ഥാനത്ത് ഉടനീളം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിച്ച് പെരുവഴിയിലായത്. കോഴിക്കോട് ജില്ലയിലെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി എന്ന സ്ഥാപനം നടത്തുന്ന MLT ഡിപ്ലോമ കോഴ്സിനെതിരെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തി. ഇവിടെ നമ്മുടെ സ്ഥാപനം മാത്രമല്ല, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഉള്ളത്. പല ഒട്ടുമിക്ക ഹോസ്പിറ്റലിലൊക്കെ എല്ലാ ഇതിലും ഉണ്ട് പാരാമെഡിക്കലിൻ്റെ MLT പറഞ്ഞ ഒരു കോഴ്സ്. ഇപ്പം ബിവോക്കിനാണ് വാല്യൂ എങ്കിൽ എന്തിനാണ് വെറുതെ MLT പറഞ്ഞൊരു കോഴ്സ് ഇത് കൊണ്ടുവരുന്നത്? അങ്ങനെ സർക്കാർ ഈ കോഴ്സ് ഇല്ലാതാക്കുക. ഇതുവരെ പഠിച്ച കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൊടുക്കുകയും ഇനി ഈ കോഴ്സ് ഇല്ലാതാക്കുകയും വേണമെന്നാണ് നമ്മൾ ഏതായാലും കുടുങ്ങി. ഇനിയുള്ള കുട്ടികളെങ്കിലും ഇനി ഈ പാരാമെഡിക്കൽ MLT പറഞ്ഞ ഈ കോഴ്സ് ഇത് എടുത്തിട്ട് കുടുങ്ങരുത്. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഡിപ്ലോമ കോഴ്സ് നടത്താൻ നിലവിൽ ആരോഗ്യ സർവകലാശാലയുടെയോ PSCയുടെയോ അംഗീകാരമില്ല. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ മികച്ച ശമ്പളത്തിൽ ജോലി കിട്ടുമെന്ന മോഹന വാഗ്ദാനം നൽകിയാണ് സ്ഥാപനങ്ങൾ ഈ കോഴ്സ് നടത്തുന്നതും ആയിരക്കണക്കായ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതും. ഞങ്ങളിപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് ഞങ്ങളോട് പറയാണ്, ഞങ്ങൾക്ക് BSSന് വാല്യൂ ഇല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് എടുക്കുന്നുണ്ട്, ട്രെയിനിങ്ങിന് കുറേ ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഓരോ 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോബ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ ഒഴിവാക്കാണ് ചെയ്യുന്നത്. നേരത്തെ തൃശ്ശൂരും പാലക്കാടുമെല്ലാം ഇത്തരം കോഴ്സിന് ചേർന്ന് തട്ടിപ്പിനിരയായ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നെങ്കിലും സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ വ്യാജ പാരാമെഡിക്കൽ കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്നതായി കണ്ടെത്തിയിരുന്നു. ഇടപെടുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു പറഞ്ഞെങ്കിലും നടപടിയായില്ല. കേരളത്തിൽ ഓരോ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ചേരുന്നതിലൂടെ നഷ്ടമാകുന്നത്. അപ്പോഴും സർക്കാർ മൗനം പാലിക്കുക തന്നെയാണ്. ഈ കുട്ടികൾക്ക് നീതി ലഭിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.